ഹലോ അമേരിക്ക, കോർപ്പസ് ക്രിസ്റ്റി ടെക്സസിൽ നിന്നും ഞാൻ ബൈജു ജോൺ. മലയാളി FM ലേറ്റസ്റ്റ് ഹിറ്റ് ഓഫ് ദി അവറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പുത്തൻ പാട്ടുകളും പുതിയ മൂവി വിശേഷങ്ങളും കൊച്ചു കൊച്ചു തമാശകളും പരാതികളും പരിഭവങ്ങളും ഒക്കെയായി നമുക്കിനി കുറച്ചുനേരം അടിച്ചു പൊളിക്കാം. ഗ്രീറ്റിംഗ് കാർഡ്സും റോസസും ചോക്ലേറ്റ്സും സർപ്രൈസ് ഡിന്നറും ഒക്കെ വാലൻസ് ഡേ അടിച്ചു പൊളിച്ചിട്ടിരിക്കുന്ന ലേറ്റസ്റ്റ് ഹിറ്റിന്റെ എല്ലാ ശ്രോതാക്കൾക്കുമായി ഇരട്ടി മധുരം പോലെ ഞാൻ കുറച്ച് നല്ല പാട്ടുകൾ സെലക്ട് ചെയ്തിട്ടുണ്ട്. എല്ലാ പാട്ടുകളും എല്ലാവരും കേട്ട് എൻജോയ് ചെയ്യണം. മാത്രമല്ല പ്രോഗ്രാമിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ, നിങ്ങൾ കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന ഗാനങ്ങൾ, ശ്രോതാക്കളുമായി നിങ്ങൾ ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ, ഇതെല്ലാം bjohn@malayalifm.com എന്ന ഇമെയിൽ എഴുതി അറിയിക്കുക. bjohn@malayalifm.com. പാട്ടുകൾ ഏത് ഭാഷയിലുള്ളതുമായിക്കോട്ടെ, മൂവി സോങ് ഓർ ആൽബം സോങ്, ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇത് പ്ലേ ചെയ്യുന്നതായിരിക്കും. ഈ വാലന്റൈൻസ് ഡേ എന്ന് പറഞ്ഞാൽ നമ്മുടെ സംസ്കാരത്തിന് നിരക്കാത്ത വിദേശീയരുടെ ജീവിത നിലവാരങ്ങൾക്കും സാഹചര്യങ്ങൾക്കും അനുസരണമായി അവർ ആഘോഷിക്കുന്ന ഏതോ ഒരു ദിവസം എന്നതിലുപരി അതിന്റെ മഹത്വത്തെക്കുറിച്ചോ അതിന്റെ പിന്നിലെ ചരിത്രത്തെക്കുറിച്ചോ പലർക്കും അറിയില്ല എന്ന് തോന്നുന്നു. വാലന്റൈൻസ് ഡേ എന്ന പേരാണ് പ്രശ്നം. വല്ല ഗോപാലൻസ് ഡേ എന്നോ രാമൻകുട്ടി ഡേ എന്നോ മറ്റോ ആയിരുന്നെങ്കിൽ ഇത്രയും പ്രശ്നമുണ്ടാകുമായിരുന്നു തോന്നുന്നില്ല. അതിനിപ്പോ 5-ാം നൂറ്റാണ്ടിൽ ഗോപാലനെ രാമൻകുട്ടിയെ നമുക്ക് റോമിൽ എവിടെ പോയി തപ്പാനാ? ഇനി ഉണ്ടായിരുന്നെങ്കിൽ തന്നെ റോം ഭരിച്ചിരുന്ന ക്ലാഡിയസ് എന്ന ചക്രവർത്തിയുടെ അന്യായമായ നിയമങ്ങൾക്കെതിരെ പ്രതികരിച്ച് രക്തസാക്ഷിയാകുവാൻ ഒരു സെയിന്റ് വാലന്റൈൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പ്രണയവും വിവാഹവും ഒക്കെ കഴിഞ്ഞാൽ ഒരുത്തിനും തന്റെ പട്ടാളത്തിൽ ചേരുന്നില്ലെന്ന് മനസ്സിലാക്കിയ ക്ലാഡിയസ് ഒരു നിയമം കൊണ്ടുവന്നു. ഇനി മുതൽ തന്റെ രാജ്യത്ത് യുവതി-യുവാക്കൾ വിവാഹം കഴിക്കുന്നത് നിയമവിരുദ്ധമാണ്. നിയമം ലംഘിക്കുന്നവർ ശിക്ഷിക്കപ്പെടും. എന്നാൽ ഈ അന്യായത്തിനെതിരെ സെയിന്റ് വാലന്റൈൻ ശബ്ദമുയർത്തിയെന്ന് മാത്രമല്ല, പലരെയും രഹസ്യമായി അദ്ദേഹം വിവാഹം കഴിപ്പിക്കുകയും ചെയ്തു. അതിന്റെ പേരിൽ അദ്ദേഹത്തെ റോമൻ പട്ടാളം തുറങ്കിലടിച്ചു. എന്നാൽ ജയിലിലും തന്റെ നല്ല പ്രവർത്തികൾ തുടർന്ന അദ്ദേഹം റോമൻ പട്ടാളം ജയിലിൽ അടച്ചു പീഡിപ്പിച്ച അനേക ക്രിസ്തീയ വിശ്വാസികളെ മോചിപ്പിക്കുകയും ജയിലിലുള്ളവരോട് സുവിശേഷം അറിയിക്കുവാനും തുടങ്ങി. ക്ലോഡിയസിന്റെ ദേഷ്യം വർദ്ധിച്ചു. വാലന്റൈനെ കൊല്ലുവാൻ ഉത്തരവിട്ടു. ഇതിനിടയിൽ രോഗം ബാധിച്ച് മരണാസന്നനായ ജയിലറുടെ മകൾ സെയിന്റ് വാലന്റൈന്റെ പ്രാർത്ഥനയിലൂടെ പൂർണ്ണ സൗഖ്യം പ്രാപിച്ചു. കൊല്ലപ്പെടുന്നതിന് മുമ്പ് ആ യുവതിക്ക് എഴുതിയ സന്ദേശത്തിൽ അദ്ദേഹം ഇങ്ങനെ എഴുതി: ഫ്രം യുവർ വാലന്റൈൻ. നൂറ്റാണ്ടുകൾക്ക് ശേഷം ഇന്നും നാം എഴുതുന്ന ആശംസാ കാർഡുകളിൽ ഫ്രം യുവർ വാലന്റൈൻ എന്ന് വെക്കുന്നതിന്റെ കാരണം ഇതാണ്. ഇന്ന് നമുക്ക് ഒരുപാട് വിശേഷ ദിവസങ്ങളുണ്ട്. മദേഴ്സ് ഡേ, ഫാദേഴ്സ് ഡേ, ചിൽഡ്രൻസ് ഡേ, ക്യാൻസർ ഡേ, എയ്ഡ്സ് ഡേ എന്ന് വേണ്ട സെക്സ് വർക്കേഴ്സ് വരെ അവരുടെ ദിവസം ആഘോഷിക്കുമ്പോൾ ലോകത്തിന്റെ തന്നെ നിലനിൽപ്പിന് ആധാരമായ സ്നേഹത്തിന് അല്ലെങ്കിൽ സ്നേഹിക്കുന്നവർക്ക് വേണ്ടിയുള്ള പ്രണയദിനത്തിൽ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി സ്വന്തം ജീവൻ വരെ ത്യജിച്ച് രക്തസാക്ഷിയായ സെയിന്റ് വാലന്റൈന്റെ പേരിൽ അത് മറ്റാരുടെ പേരാണ് ചേരുക? ഇപ്പോൾ വാലന്റൈൻസ് ഡേയുടെ ചരിത്രം എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ. ഇനി ചരിത്രം അവിടെ നിൽക്കട്ടെ, നമുക്ക് ഈ പ്രണയത്തെ പറ്റി ചിന്തിക്കാം. ഈ പ്രണയവും സർപ്രൈസും തമ്മിൽ അഭേദ്യമായ ഒരു ബന്ധം തന്നെയാണുള്ളത്, അല്ലേ? നമ്മൾ സ്നേഹിക്കുന്ന പെൺകുട്ടിക്ക് ഒരു സർപ്രൈസ് കൊടുക്കുമ്പോൾ അവളുടെ കണ്ണുകളിൽ, മുഖത്തൊക്കെ വിട്ടിരുന്ന ആ സന്തോഷം മനസ്സിലായോ? ഉദാഹരണത്തിന്, ഞാൻ എന്റെ പ്രണയിനിക്ക് ഒരു സർപ്രൈസ് കൊടുക്കാൻ തീരുമാനിച്ചു. ഞാൻ അവളോട് പറയുകയാണ്: പ്രിയേ, നാളെ നീ ഉറങ്ങാൻ കിടക്കുമ്പോൾ രാത്രി 12 മണിക്ക് 1 മിനിറ്റ് മാത്രം ബാക്കിയുള്ളപ്പോൾ വിദൂരതയിൽ നിന്നും ഒരു പാട്ട് ഒഴുകിയെത്തുന്നു. നീ അറിയാതെ ഉറക്കമുണർന്നു പോകുന്നു. പാട്ടിന്റെ ചെവി ഓർക്കുന്നു. എവിടെ നിന്നാണാവോ പാട്ടെന്നറിയാൻ ആരെയും ഉണർത്താതെ നീ മെല്ലെ എഴുന്നേറ്റ് ജനലിനരികിലേക്ക് വരുന്നു. അപ്പോൾ വിദൂരതയിൽ ഉറങ്ങാതെ കണ്ണിൽ എണ്ണയൊഴിച്ചൊരു പാവം നക്ഷത്രം. ആ നക്ഷത്രം നിന്നെ തന്നെ നോക്കി പറയും: ഐ ലവ് യു. കാള വാല് പോക്കണ കണ്ടപ്പോഴേ മനസ്സിലായി സൂക്കട് എന്താണെന്ന്. ബാക്കി ഞാൻ ഭാരതീയച്ചോട് പറഞ്ഞോളാം. ഗിഫ്റ്റ് എന്ന വാച്ച് അവിടെ ഏൽപ്പിക്കാം. ഒന്ന് മൂടായി വന്നപ്പോഴത്തേക്ക് നശിപ്പിച്ചു. കാളയും അതിന്റെ വാൽഭാഗവും. വേറെ ഒന്നും കിട്ടിയില്ലേ? എന്താ ഈ മഞ്ജുവാര്യർ ഇങ്ങനായി പോയത്? ചുമ്മാതാണോ ഒരു പാവം നായകനായിരുന്ന ദിലീപ് പെട്ടെന്ന് വില്ലനായി മാറിയത്? ഇതുപോലെ കുറച്ച് മഞ്ജുവാര്യന്മാരുണ്ടെങ്കിൽ പ്രണയമല്ല, ഈ മനുഷ്യരാശി തന്നെ ഇല്ലാതാവും. ആദ്യം പഴം പറിച്ചു നിന്ന് പർദീസയിൽ നിന്ന് നമ്മളെ ചാടിച്ചു. ഇനി ഈ ഭൂമിയിൽ നിന്ന് തന്നെ നമ്മളെ തുരത്താനുള്ള പ്ലാനാ. സാഹചര്യങ്ങളുടെ സമ്മർദ്ദങ്ങളുടെ വില്ലന്മാരായി മാറിയ എല്ലാ കാമുകന്മാർക്കും വേണ്ടി നമ്മുടെ ആദ്യത്തെ പാട്ട് പുതിയ ഹിന്ദി ചിത്രമായ ഗുണ്ടയിൽ നിന്നും. സ്റ്റാറിംഗ് രൺവീർ സിംഗ്, അർജുൻ കപൂർ ആൻഡ് പ്രിയങ്ക ചോപ്ര. എൻജോയ്.
വെൽക്കം ബാക്ക് ടു മലയാളി എഫ് എം ലേറ്റസ്റ്റ് ഹിറ്റ് ഓഫ് ദി അവർ വിത്ത് ബൈജു ജോൺ. നമ്മുടെ സെക്കൻഡ് സോങ്ങിലേക്ക് പോകുന്നതിന് മുമ്പ് എനിക്ക് നിങ്ങളോട് ഒരു ഇമെയിൽ ഷെയർ ചെയ്യാനുണ്ട്. കാലിഫോർണിയയിലെ ലോസ് ആഞ്ചൽസിൽ നിന്നും സ്പേസ് പെത്തോളജിസ്റ്റ് ആയ റോബിൻ ടിം ഡേവിഡ് ആണ് എഴുതിയിരിക്കുന്നത്. ഡിയർ ബൈജു, യുവർ പ്രോഗ്രാം ഇസ് റിയലി ഓസം and I have to say that your style of presentation stands out from all the other RJs on Malayali FM. You sound so peppy with full of life and natural with a great flow. Your song selection is pretty impressive and you bring a lot of informative content to every song. And love the way you connect it to our daily lives and find a social cause to it. Keep it rolling, man. Wish you all success. Hey Robin, thank you so much from the bottom of my heart for this positive and encouraging words, man. വൈഫ് ജൂലിയയും 1.25 വയസ്സുള്ള മകൻ അഭിഷായ് കുട്ടനും അടങ്ങുന്നതാണ് റോബിന്റെ ഫാമിലി. നാട്ടിൽ കോട്ടയമാണ് റോബിന്റെ സ്ഥലം. നാട്ടിലുള്ള പപ്പ ടിം ഡേവിഡിനും മമ്മിക്കും ഈ അടുത്തിടെ വിവാഹിതയായ ടിംസി ആൻഡ് സുമേഷ് അദ്ദേഹത്തിന്റെ സിസ്റ്ററാണ്. അവർക്കും വേണ്ടി ഹണിബിയിലെ ഒരു സോങ് ആണ് അദ്ദേഹം ആവശ്യപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ഡിയർ മലയാളി എഫ് എം ലിസണേഴ്സ്, നിങ്ങൾ എല്ലാവരും ഞങ്ങൾക്ക് ഇമെയിൽ അയക്കുക. ഞങ്ങളുടെ മുന്നോട്ടുള്ള പ്രയാണത്തിന് നിങ്ങളുടെയൊക്കെ പിന്തുണ വളരെ ആവശ്യമാണ്. ഇമെയിൽ ഓർമ്മയുണ്ടല്ലോ, bjohn@malayalifm.com. So our next song is requested by Robin Tim David from Los Angeles, California, from the movie Honeybee. Let's enjoy. നിഴലറിയാതെ നിറമണിയും ഒരു പിടിക്കനവിലായി നിൻമുഖം, മനമറിയാതെ നിലവുകളിൽ ഇരവിലെ കുളിരു പോൽ നീ വരും. നിഴലറിയാതെ നിറമണിയും ഒരു പിടിക്കനവിലായി നിൻമുഖം, മനമറിയാതെ നിലവുകളിൽ ഇരവിലെ കുളിരു പോൽ നീ വരും. ഇനിയൊരു ജന്മമേൻ മനസ്സിലായി ചേരുമോ, ചിരിമഴയുമായി പുലരൊളിയുമായി വീണ്ടും. അകലിമായും ദിനം വഴിയറിയാതെ നലയുകയായി ഒരു പിടി കനലിലാളും മനം. പുലരിയിലാർദ്രമായി തലോടുവാൻ പോരുമോ, മിഴിയിണയിലെ പുതുപുലരിയായി വീണ്ടും. നീയോ നീയോ മിഴി നിറയും നീരൻ കണം, നീയോ നീയോ കാർമുകിലും ഓടും തിങ്കളും.
യഥാർത്ഥ പ്രണയത്തിന് അതിർവരമ്പുകളില്ല, ഭാഷയില്ല, മറ്റ് നിറഭേദങ്ങൾ ഒന്നും തന്നെയില്ല. അതുപോലെ തന്നെയാണ് സൗഹൃദവും. ഇന്നിവിടെ സ്റ്റുഡിയോയിൽ എന്നോടൊപ്പം 2 സുഹൃത്തുക്കൾ കൂടിയുണ്ട്, ലിയാനും തങ്ടങ്ങും. പേര് സൂചിപ്പിക്കും പോലെ രണ്ടുപേരും ചൈനയിൽ നിന്നാണ്. രണ്ടുപേരും ഇവിടെ അടുത്തുള്ള കിങ്സ്വിൽ ടെക്സസ് A&M യൂണിവേഴ്സിറ്റിയിലെ സ്റ്റുഡൻസ് ആണ്. ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗ് ആണ് അവരുടെ സബ്ജക്ട്. US-ൽ എത്തിയതിനു ശേഷം അവർ ക്രിസ്തീയ ആചാരപ്രകാരം ഈ അടുത്തിടയ്ക്ക് വിവാഹം കഴിക്കുകയുണ്ടായി. അവരുടെ പ്രണയത്തെക്കുറിച്ച് നമുക്ക് അവരോട് തന്നെ ചോദിക്കാം. ഹായ് ലിയൻ ആൻഡ് തങ്ടങ്, ഹൗ ആർ യു ഗൈസ്? We are great. Thank you, John. How are you doing? I'm alright, thank you. Welcome to my show Malayali FM Latest Hit of the Hour. And our listeners would like to know how you guys met. We met in China at graduate school. Oh really? Oh, that was a love at first sight or something? Maybe. Maybe not. Alright, so you guys are married now? Yes. Yes. When did that happen? We got married last December. Oh, okay, so you are newly married couples. Yeah. That's great. So you guys have a message for our listeners? Sure. We hope all Malayali FM listeners Happy Valentine's Day. And be appreciate with the one, be with you, because love and together is not easy. Alright. And also we hope everyone can find your love in your life. So guys, can you teach our listeners how to say I love you in Chinese? Sure. In Chinese, it's 我爱你. Wa I ni. Yes. Yes. That's I love you. Did I say it correct? Uh-huh. Very good. Okay. Wa I ni. 我爱你. Okay, great. Thank Great. you guys. Appreciate your time and I wish you a very happy married life. Thank you, John. Thank May you, God John. bless you. Thank you. ഫ്രീ ആയിട്ട് എല്ലാവരും ചൈനീസ് ഭാഷയിൽ ഐ ലവ് യു പറയാൻ പഠിച്ചല്ലോ. ഓർത്തു വെച്ചോ, ഇനി വരുന്ന വാലന്റൈൻസ് ഡേകളിലെല്ലാം നമുക്കത് പ്രയോജനപ്പെടും. ഈ ലിയാൻ എന്ന പേര് ഞാൻ മുമ്പ് കേട്ടിട്ടുണ്ട്, പക്ഷെ ടങ് ആദ്യമായിട്ടാണ്. ഞാൻ പുള്ളിക്കാരോട് ചോദിച്ചു എന്താണ് ഈ പേരിന്റെ മീനിങ്. അപ്പൊ പുള്ളിക്കാരി പറഞ്ഞു പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ല, ഇതൊരു ചൈനീസ് മൂവി സ്റ്റാറിന്റെ പേരാണെന്ന്. എനിക്ക് ഈ ടങ് എന്ന് വിളിക്കാൻ ടങ് വഴങ്ങാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞു ഞാൻ തങ്കമ്മയെന്ന് വിളിച്ചോളാന്ന്. അപ്പൊ അവർക്ക് ആ പേരിന്റെ അർത്ഥം അറിയണം. ഞാൻ പറഞ്ഞു അത് ഇന്ത്യൻ പേരാണ്. തങ്കം എന്ന് പറഞ്ഞാൽ ഗോൾഡ് എന്ന് ഉദ്ദേശിക്കുന്നത് തങ്കം പോലെയുള്ള ക്യാരക്ടറാണ്. അതുപോലെ അമ്മ എന്ന വാക്കിന്റെ റിയൽ മീനിങ് മദർ എന്നാണെങ്കിൽ സൗത്ത് ഇന്ത്യയിൽ സ്ത്രീകളെ പൊതുവെ ആദരസൂചകമായി ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് അമ്മ എന്ന്. അപ്പോ പേരിന്റെ അർത്ഥം അറിഞ്ഞപ്പോ ഇപ്പോ സ്വന്തം പേര് മാറ്റിയാലോ എന്ന ചിന്തയിലാണ് ടങ്. അപ്പോൾ മലയാളി FM ലേറ്റസ്റ്റ് ഷീറ്റിന്റെ 3rd സോങ് യുവമിഥുനങ്ങളായ ലിയാനും തങ്കമ്മയ്ക്കും പിന്നെ എല്ലാ മലയാളി FM ലിസണേഴ്സിനും വേണ്ടി അജിത്തിന്റെ വീരം എന്ന സിനിമയിലെ തങ്കമേ തങ്കമേ എന്ന് തുടങ്ങുന്ന സോങ്. பட்டாம்பூச்சி வெக்கப்பட்டு சிரிக்குது, கடாமீச எட்டி கட்டி பிடிக்குது, பொத்தி வச்ச ஆசையெல்லாம் பத்திக்கிட்டு எறிக்குது, காதல் என்னும் புயலுக்கு போ கூறப்பிக்க அடிக்குது. மூச்சு நிக்குது, பேச்சு திக்குது, மனசு சொக்குது உன்னால. ஆசை பின்னுது, உசுறு தின்னுது, ஏதோ பண்ணுது உன்னால. புதுசாக என் ஆரம்பிச்சு, கனவால நெஞ்சு ஊற வச்சு, அழகால என் ஆரம்பிச்சு, ஐயோ ஐயோ ஐயோ. விரல் நீட்டி என்னை வேக வச்ச, சுகமாக என்னை சாக வச்ச, என்னை தாண்டி என்னை போக வச்ச, ஐயோ ஐயோ ஐயோ. தங்கமே தங்கமே என்ன ஆச்சு, உன்னை பார்த்ததும் நெஞ்சில பொங்கலாச்சு. தங்கமே தங்கமே என்னாச்சு, அட சட்டது வாழ்க்கையே வண்ணமாச்சு. மூச்சு நிக்குது, பேச்சு நிக்குது, மனசு சொக்குது உன்னால. நீ வாடகைக்கு வீடு தேடும் செய்தி நான் ஊருக்குள்ள கேட்டேன், அடி கேட்டேன். நான் பூவலர்க்கும் பட்டு ஒன்றை நீ பசிக்க காலி செய்து வைத்தேன், அடி வைத்தேன். நீரில் வந்தாய், சாரல் தந்தாய், நீரில் வந்தாய், மாற்றுகின்றாய், ஓய்வில்லாமலே துள்ளினேனே. பூவின் எடை, காற்றின் எடை, சேர்த்த விடை, உந்தன் நிறை, கண்ணு கூட மூக்கு மேல விரல வைக்குமே. தங்கமே தங்கமே என்ன ஆச்சு, உன்னை பார்த்ததும் நெஞ்சில பொங்கலாச்சு. தங்கமே தங்கமே என்னாச்சு,
തൂങ്ങി സായിക്കും காதலொரு நீண்ட சதி சோகம் தரும் இன்பம் தரும் நீருண்டையும் பாதி பாதி சேர்த்து பார்க்குமே தங்கமே தங்கமே என்ன ஆச்சு உன்னை பார்த்ததும் நெஞ்சிலே பொங்கலாச்சு தங்கமே தங்கமே என்னாச்சு அட சத்தது வாழ்க்கையே வண்ணமாச்சு മലയാളി എഫ് ലേറ്റസ്റ്റ് ഹിറ്റ് ഓഫ് ദ അവറിന്റെ ഫോർത്ത് സോങ് ഒരു മലയാളം ആൽബത്തിൽ നിന്നാണ്. ആൽബത്തിന്റെ പേര് കളിയല്ല പ്രണയം. ഡയറക്ഷൻ ഷാഫി കൊല്ലം, ലിറിക്സ് ആൻഡ് മ്യൂസിക് മഹേഷ്. ഈ പ്രണയത്തെക്കുറിച്ച് വളരെ രസകരമായ ചില പോസ്റ്റുകൾ ഞാൻ കാണാനിടയായി. നിങ്ങളും കണ്ടിട്ടുണ്ടാവും. ഒരാൾ പറയുന്നു പ്രണയം എന്ന് പറയുന്നത് തേങ്ങയാണെന്ന്. അതിന്റെ വെള്ളം കുടിക്കാൻ വളരെ നല്ലതാണ്, കറികളിൽ ചേർത്താൽ നല്ല രുചിയുമാണ്, പക്ഷെ തലയിൽ വീണാൽ ജീവിതം കട്ട പുകയാണെന്ന്. ഈ മഹത്വചനത്തിന്റെ പൊരുൾ തേടി മുന്നോട്ട് സ്ക്രോൾ ചെയ്തപ്പോൾ ദേ കിടക്കുന്ന അടുത്ത പോസ്റ്റ്. കാമുകന്മാരുടെ ശ്രദ്ധയ്ക്ക്, നിങ്ങൾ ഒരു പെൺകുട്ടിയെ പ്രണയിക്കുന്നുണ്ടെങ്കിൽ അവളെ ഒരിക്കലും കരയിക്കാതിരിക്കുക, അവളെ എപ്പോഴും സന്തോഷിപ്പിക്കുക, അവളുമായി ഒരിക്കലും പിണങ്ങാതിരിക്കുക, ഒടുവിൽ അവളെ തന്നെ വിവാഹം കഴിക്കുക, പിന്നെ കുറെ കുത്ത്. അത് കഴിഞ്ഞ് ദേ വരുന്ന അടുത്ത ലൈൻ. അല്ലെങ്കിൽ ഭാവിയിൽ അവൾ ഞങ്ങളെപ്പോലുള്ള ഏതെങ്കിലും ഒരു നിരപരാധിയുടെ തലയിലിരിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ദയവ് ചെയ്ത് ഞങ്ങളെ അവളിൽ നിന്നും രക്ഷിക്കുക. തമാശയാണെങ്കിലും അതിലല്പം കാര്യമുണ്ടല്ലേ. സ്വന്തമാക്കാൻ കഴിയില്ലെങ്കിൽ ഈ പണിക്ക് ആരും പോകാതിരിക്കുക. ഇനി അഥവാ പോയാൽ അവളെ തന്നെ കെട്ടുക. അതാണ് ഈ വാലന്റൈൻസ് ഡേയിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. കളിയല്ല പ്രണയം, കളവല്ല പ്രണയം, കളിയല്ല പ്രണയം, കളവല്ല പ്രണയം. ആ പ്രണയ ലോകങ്ങൾ കാണാൻ ഇനി നമ്മളൊന്നു പ്രണയിക്കാം. മരണം വിരുന്നു വരുവോളം നാം ഒന്നു ചേർന്നു ജീവിക്കാം. കളിയല്ല പ്രണയം, കളവല്ല പ്രണയം, കളിയല്ല പ്രണയം, കളവല്ല പ്രണയം. കൊട്ടാരക്കെട്ടുകളില്ല ഓലപ്പുരയാണേ, വെണ്ണക്കൽ പടികളുമില്ല ചെറിയൊരു കുടിലാണേ. കൊട്ടാരക്കെട്ടുകളില്ല ഓലപ്പുരയാണേ, വെണ്ണക്കൽ പടികളുമില്ല ചെറിയൊരു കുടിലാണേ. എന്നാലും സുന്ദരമാണെൻ ജീവിതം, സുഖവും ദുഃഖങ്ങളും അറിയാൻ നീയും പോരുന്നു. എന്നാലും സുന്ദരമാണെൻ ജീവിതം, സുഖവും ദുഃഖങ്ങളും അറിയാൻ നീയും പോരുന്നു. കളിയല്ല പ്രണയം, കളവല്ല പ്രണയം.
കൈമുതലായി എന്നിലുള്ളത് സ്നേഹക്കടലാണേ. നീ വരുമെങ്കിൽ അത് നിറയെ നിന്നിൽ പകരാമേ. കൈമുതലായി എന്നിലുള്ളത് സ്നേഹക്കടലാണേ. നീ വരുമെങ്കിൽ അത് നിറയെ നിന്നിൽ പകരാമേ. ഇതു മാത്രമാണുമിന്നെൻ സമ്പാദ്യം. എൻ കൂട്ടിലെ ഇണയായി നീയും കൂടെ പോരുന്നു. ഇതു മാത്രമാണുമിന്നെൻ സമ്പാദ്യം. എൻ കൂട്ടിലെ ഇണയായി നീയും കൂടെ പോരുന്നു. കളിയല്ല പ്രണയം, കളവല്ല പ്രണയം. കളിയല്ല പ്രണയം, കളവല്ല പ്രണയം. ആ പ്രണയ ലോകങ്ങൾ കാണാൻ ഇനി നമ്മളൊന്നു പ്രണയിക്കാം. മരണം വിരുന്നു വരുവോളം നാം ഒന്നു ചേർന്നു ജീവിക്കാം. കളിയല്ല പ്രണയം, കളവല്ല പ്രണയം. ബിരിയാണി. ബിരിയാണി. എനിക്ക് ബിരിയാണി വേണമെന്നല്ല ഞാൻ പറഞ്ഞത്. നമ്മുടെ ലേറ്റസ്റ്റ് ഹിറ്റ് ഓഫ് ദ അവറിലെ 5th സോങ് 2013 ഇറങ്ങിയ ബിരിയാണി എന്ന തമിഴ് സിനിമയിൽ നിന്നാണ്. വെങ്കട് പ്രഭു സംവിധാനം ചെയ്ത ഈ കോമഡി ത്രില്ലറിൽ തമിഴ് സൂപ്പർ സ്റ്റാർ സൂര്യയുടെ സഹോദരൻ കാർത്തിയാണ് നായകൻ. അപ്രതീക്ഷിതമായ സ്വന്തം കാറിന്റെ ട്രങ്കിൽ ഒരു ഡെഡ് ബോഡി. അതിന്റെ ഊരാക്കുടുക്കിൽ നിന്നും നായകൻ എങ്ങനെ രക്ഷപ്പെടുന്നു എന്നാണ് ഈ കോമഡി ത്രില്ലർ പറയുന്നത്. അതൊന്നുമല്ല രസം. പുതിയതായി ഇറങ്ങുന്ന സിനിമയ്ക്കൊന്നും ഇപ്പോൾ ഇടാൻ പേരില്ലതായി. ഇനിയിപ്പോ കൊഴുക്കട്ട, ഗോതമ്പുണ്ട, പൊറോട്ട എന്നൊക്കെ കാണേണ്ടി വരും മിക്കവാറും. டேய் மச்சி, இந்த பாட்டு கொஞ்சம் ஓவரா தெரியுதுல்ல? அப்படியா? அடா இருக்கட்டும்டா, வேலண்டைன்ஸ் டே தானே, பசங்க கொஞ்சம் என்ஜாய் பண்ணட்டும். Mississippi, Mississippi நதி இது. வெனிஸ் கட்டில் நடக்குது. பசிபிக்கல் கலப்பாது. படுக்கையில் போராடுது. நான் தான் உனை மெச்சும்படி நடக்கட்டும் குச்சிப்புடி. சோலை கொடி தோடை புடி. சொர்க்கத்தின் மச்சுப்படி. ஏய் நீ ஒத்து போடி, நான் உன்னை ஒதுக்க போறேன். நீ 10 கோடி, நான் உன்னை சுருட்ட போறேன். உன்னை கோடி, செம்மங்கோடி, லால் கோடி, காரக்கோடி, மன்னார் கோடி, அரியக்கோடி. அந்த கோடி அல்ல அல்ல இந்த கோடி, அடிக்கடி ஊத்தி கொடி. கைத்தொழில் மன்னன், காவிய கண்ணன், செய்தொழில் பார்த்து தேவி சொல்லணும் சம்மதம். கப்பலை போலே கை கலந்தாலே தொப்புளின் மேலே தினமும் சுத்தலாம் பம்பரம். அட நீ தீண்டினால் பேபி என் கூடுது பீப்பி. முத்தாடினால் இப்பு மேலேருமே உப்பு. ஏசி ரூமு ஏப்ரல் மாத வெயில் போல கொதிக்குதே. நீ புக்கு, நான் உன்னை படிக்க போறேன். நீ செக் புக்கு, நான் உன்னை கிழிக்க போறேன்.
பொண்ணு கத்துது. நான் ஒன்னும் பண்ணலடா. எந்த நேரம் எந்த ஓரம் கிக்கு உனக்கு ஏறும் கட்டிக்கூடு கண்மணியே. அங்க கிள்ளு இங்க அள்ளு என்ன போல லொள்ளு நீயும் பண்ணா ஒர்க் அவுட் ஆகும். மிச்சம் மீறி வச்சு புட்டு போடா நன்றி சொல்வேன் நானும் நண்பன்டா. மச்சான் நீதான் மெச்சூராகவில்லை மொத்தத்தையும் நான் தான் திம்பேண்டா. கூடாதடா போட்டி தாங்காதடா பியூட்டி பொன்மேனியை பாட்டி பண்ணாதடா லூட்டி ரெண்டு பேரும் ஒட்டி வந்த மாற்றான் போல் ரசிப்பதா. நீ dirty woman வெக்கம் தணிக்கும் lemon. நீ dirty picture நான் டெய்லி குடிக்கும் mixer. എന്താണ് പ്രണയം? ചിലർ പറഞ്ഞു ഇണയ്ക്ക് വേണ്ടിയുള്ള ശരീരത്തിന്റെ ദാഹമാണെന്ന്. മറ്റു ചിലർ പറഞ്ഞു പൂർണ്ണതയ്ക്ക് വേണ്ടിയുള്ള ആത്മാവിന്റെ ദാഹമാണെന്ന്. പക്ഷെ ഞാൻ പറയുന്നു യഥാർത്ഥ പ്രണയം ഇത് രണ്ടുമാണ്. പ്രണയത്തിന് മരണമുണ്ടോ? ശരീരത്തിന് മരണമുണ്ട്. പക്ഷെ ആത്മാവും അതിന്റെ പ്രണയദാഹങ്ങളും ഒരിക്കലും അവസാനിക്കുന്നില്ല. അതെ, യഥാർത്ഥ പ്രണയം ഒരിക്കൽ ഉത്ഭവിച്ചാൽ ഏത് പ്രതിസന്ധികളെയും തരണം ചെയ്ത് മുന്നോട്ട് കുതിക്കുന്ന പ്രകൃതിയുടെ സ്വരഭേദങ്ങൾക്കനുസരിച്ച് വരണ്ടും കവിഞ്ഞും ഒഴുകുന്ന ഒരു പുഴ അനന്തമായ സ്നേഹസാഗരത്തിൽ അലിഞ്ഞു ചേരുന്നത് പോലെ. അതുകൊണ്ടാണ് കവി പറഞ്ഞത്, അടരുവാൻ വയ്യ നിൻ ഹൃദയത്തിൽ നിന്നെനിക്കേതു സ്വർഗം വിളിച്ചാലും ഉരുകി നിൻ ആത്മാവിനാഴങ്ങളിൽ വീണു പൊലിയുമ്പോഴാണ് എന്റെ സ്വർഗം, നിന്നിൽ അലിയുന്നതേ നിത്യസത്യം. ഗസലിന്റെ ഉസ്താദായ നമ്മുടെ കൊച്ചിക്കാരൻ ഒമ്പായി മഞ്ചരി എന്ന ഗായികയുടെ മനോഹരമായ ശബ്ദത്തിലൂടെ പ്രണയം എന്താണെന്ന് നമുക്ക് പറഞ്ഞു തരുന്ന ഈ മനോഹരമായ ഗാനം, ഒരു ഗസൽ ആസ്വദിക്കാം. ഇതൊരൽപ്പം പഴയ ഗാനമാണ്, എന്നാലും ഈ പ്രണയദിനത്തിന്റെ പേരിൽ നമുക്കങ്ങ് ക്ഷമിക്കാം. എന്താ?
എല്ലാവരും പാട്ടുകളൊക്കെ എൻജോയ് ചെയ്യുന്നുണ്ടല്ലോ. മലയാളി FM ലേറ്റസ്റ്റ് ഹിറ്റ് ഓഫ് ദ അവറിന്റെ അടുത്ത സോങ് ഒരു അടിപൊളി ആൽബം സോങ് ആണ്. നമ്പർദാർ എന്ന ദേശി ഹിപ് ഹോപ്പ് സിംഗറിന്റെ ദ ഫ്യൂച്ചർ എന്ന ആൽബത്തിൽ നിന്നും ഗഡോലി എന്ന സോങ്. ഇതിന്റെ വിഷ്വൽസ് ഒക്കെ യൂട്യൂബിൽ കാണാൻ നല്ല രസമാണ്. നമ്പർദാറും പിള്ളേരും കൂടി മസിലൊക്കെ പിടിച്ച് എല്ലാവരെയും വെല്ലുവിളിച്ച് പാട്ടൊക്കെ പാടി ഇങ്ങനെ വിലസി നടക്കുന്നത് ഒന്ന് കാണേണ്ട കാഴ്ച തന്നെയാണ് മക്കളെ. മലയാളി FM ലേറ്റസ്റ്റ് ഹിറ്റ് ഓഫ് ദ അവറിന്റെ 8th സോങ് 2013 റിലീസായ ഒരു തമിഴ് മൂവിയിൽ നിന്നാണ്. വിശാൽ നായകനായി അഭിനയിച്ച ഈ മൂവിയുടെ പേര് പാണ്ഡ്യനാട് എന്നാണ്. പ്രണയത്തെക്കുറിച്ചും പ്രണയ നൈരാശ്യത്തെക്കുറിച്ചും ഒക്കെയാണ് ഈ പാട്ടും പറയുന്നത്. വളരെ രസകരമായ വരികളാണ്. ശ്രദ്ധിച്ചു കേട്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഇഷ്ടപ്പെടുകയും ചെയ്യും. ലെറ്റ്സ് എൻജോയ് ഒത്തക്കടേ ഒത്തക്കടേ മച്ചാ ഫ്രം ദ മൂവി പാണ്ഡ്യനാട്. ஒத்த கடை மச்சான், இவன் ஒத்த கண்ண ஒருத்தி மேல வச்சான். அவ பிச்சுக்கிட்டு போனா, இவன் பித்து குழியானா. ஜெயிச்சா ஜோடி வரும், தோத்தா தாடி வரும். இதான் மச்சான் லவ், இதில் என்னத்துக்கு டவ்வு. ஜெயிச்சா மாலை மாத்து, தோத்தா ஆள மாத்து. இதான் மச்சான் லவ், இதில் என்னத்துக்கு டவ்வு. ஜெயிச்சா தாலி கயிறு மச்சி, தோத்தா தூக்கு கயிறு.
தாலி கயிறு மச்சி தோத்தா தூக்கு கயிறு ஒத்த கடை மச்சான் இவன் ஒத்த கண்ண ஒருத்தி மேல வச்சான் பிச்சுக்கிட்டு போனா இவன் பித்து குழியானா கண்ண காட்டி வல விரிக்கும் கண்ண கட்டி கழுத்தருக்கும் ஒத்த உறவ கூட்டி வந்து மொத்த உறவ கொண்டு போடும் இதான் மச்சான் லவ் இதில் என்னத்துக்கு டவ் செல்போனுக்கு செலவிழுத்து செல்வமெல்லாம் கரைச்சு போடும் 5 நிமிஷம் சுகம் கொடுத்து ஆயுள் முழுக்க அழுக விடும் ஜெயிச்சா தாலி கயிறு மச்சி தோத்தா தூக்கு கயிறு ஜெயிச்சா தாலி கயிறு மச்சி தோத்தா தூக்கு கயிறு ஒத்த கடை மச்சான் இவன் ஒத்த கண்ண ஒருத்தி மேல வச்சான் பிச்சுக்கிட்டு போனா இவன் பித்து குழியா ஹலோ, நான் மலர் பேசுறேன். சொல்லுங்க. மேரேஜ பத்தி பேசுனீங்கல்ல? ஆமா. ஜூலைக்கு அப்புறம் பண்ணிக்கலாமா? ஒத்த கடை மச்சான் நான் ஒத்த கண்ண ஒருத்தி மேல வச்சேன் ஓடி போன பொண்ண இப்ப ஒத்துக்கிட வச்சேன் ஜெயிச்சா இன்பம் வரும் தோத்தா ஞானம் வரும் இதான் மச்சான் லவ் இது இல்ல வாழ்க்கை சவ்வு எலியும் புலி அடிக்கும் புழுவும் படம் எடுக்கும் இதான் மச்சான் லவ் இது இல்ல வாழ்க்கை சவ்வு நாரும் பூவாகுண்டா மச்சி மோரும் பீராகுண்டா நாரும் பூவாகுண்டா மச்சி மோரும் பீராகுண்டா. ഞാൻ ഒരിക്കലും കേൾക്കാൻ ഇഷ്ടപ്പെടാത്ത ഒരു സോങ് ആണ് ഇനി നിങ്ങൾക്ക് വേണ്ടി പ്ലേ ചെയ്യാൻ പോകുന്നത്. അതിന്റെ ഓരോ വരികളും 1000 സൂചിമുനകൾ തറച്ചു കയറുന്നത് പോലെയാണ് ഹൃദയത്തിൽ പതിക്കുന്നത്. വി ടേക്ക് ദ ലവ്ഡ് വൺസ് ഇൻ അവർ ലൈഫ് ഫോർ ഗ്രാൻഡഡ്. അനിശ്ചിതത്വം മാത്രം നിറഞ്ഞ ഈ ലോകത്ത് നിങ്ങൾ ഏറ്റവും സ്നേഹിക്കുന്ന പ്രിയപ്പെട്ടവർ ഈ ലോകത്ത് നിന്നും പെട്ടെന്ന് മാറ്റപ്പെട്ടാൽ നിങ്ങളുടെ അവസ്ഥ എന്തായിരിക്കും? ഒരായുസ് മുഴുവൻ കൂടെ ഉണ്ടാകുമെന്ന് കരുതിയ പ്രിയപ്പെട്ടവരുടെ തണുത്ത് വിറങ്ങലിച്ച ശരീരത്തിൽ തൊട്ടുകൊണ്ട് യാത്രാമൊഴി പറയേണ്ടി വരുന്നവർ ഹൃദയവേദന ഒരിക്കലും വാക്കുകൾ കൊണ്ട് പറഞ്ഞറിയിക്കാൻ കഴിയില്ല. നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം നിങ്ങൾക്ക് കൂട്ടായി തന്ന പ്രിയപ്പെട്ടവരെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവരോട് പറയൂ നിങ്ങൾ അവരെ സ്നേഹിക്കുന്നുവെന്ന്, ഏത് പ്രതിസന്ധിയിലും കൂടെ ഉണ്ടാകുമെന്ന്. കാരണം മരണം രംഗബോധമില്ലാത്ത ഒരു കോമാളിയെ പോലെയാണ്. അവൻ ഏത് നിമിഷവും കടന്നു വരാം, ആരെയും കൂട്ടിക്കൊണ്ടു പോകാം. ഈ പാട്ട് ഒരു ഓർമ്മപ്പെടുത്തൽ മാത്രമാണ്. പ്രിയപ്പെട്ടവരോട് സ്നേഹം കാണിക്കുവാൻ അവരോടൊപ്പമുള്ള ഓരോ നിമിഷവും വിലയേറിയതാണെന്ന് തിരിച്ചറിയാൻ വേണ്ടിയുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ. മരണമെത്തുന്ന നേരത്തു നീ എന്റെ അരികിൽ ഇത്തിരി നേരം ഇരിക്കണേ. കനലുകൾ കോരി മരവിച്ച വിരലുകൾ ഒടുവിൽ നിന്നെത്തലോടി ശമിക്കുവാൻ.
ഒടുവിലായകത്തേക്കെടുക്കും ശ്വാസ കണികയിൽ നിന്റെ ഗന്ധമുണ്ടാകുവാൻ മരണമെത്തുന്ന നേരത്തു നീ എന്റെ അരികിൽ ഇത്തിരി നേരം ഇരിക്കണേ. ഇനി തുറക്കേണ്ടതില്ലാത്ത കൺകളിൽ പ്രിയതേ നിൻമുഖം മുങ്ങിക്കിടക്കുവാൻ ഒരു സ്വരം പോലും ഇനി എടുക്കാത്തൊരീ ചെവികൾ നിൻ സ്വരമുദ്രയാൽ മൂടുവാൻ അറിവുമോർമ്മയും കത്തും ശിരസിൽ നിൻ ഹരിത സ്വച്ഛ സ്മരണകൾ പെയ്യുവാൻ മരണമെത്തുന്ന നേരത്തു നീ എന്റെ അരികിൽ ഇത്തിരി നേരം ഇരിക്കണേ. അധരമാം ചുംബനത്തിന്റെ മുറിവു നിൻ മധുര നാമജപത്തിനാൽ കൂടുവാൻ പ്രണയമേ നിന്നിലേക്കു നടന്നൊരൻ വഴികൾ ഓർത്തെന്റെ പാദം തണുക്കുവാൻ പ്രണയമേ നിന്നിലേക്കു നടന്നൊരൻ വഴികൾ ഓർത്തെന്റെ പാദം തണുക്കുവാൻ അതുമതിയുടൽ മൂടിയ മണ്ണിൽ നിന്നിവന് പുൽക്കൊടിയായുയിർത്തേൽക്കുവാൻ മരണമെത്തുന്ന നേരത്തു നീ എന്റെ അരികിൽ ഇത്തിരി നേരം ഇരിക്കണേ. മരണമെത്തുന്ന നേരത്തു നീ എന്റെ അരികിൽ ഇത്തിരി നേരം ഇരിക്കണേ. നമ്മളൊരാളോട് ഐ ലവ് യു എന്ന് പറയുമ്പോൾ പല കാര്യങ്ങളും ശ്രദ്ധിക്കണമെന്നാണ് ഈ വിഷയത്തിൽ PhD എടുത്തിട്ടുള്ള ചില മഹാന്മാർ പറയുന്നത്. ഈ ഐ ലവ് യു തന്നെ 3 രീതിയിൽ പറയാം. ഒന്നാമത് ഐ ലവ് യു, ഇവിടെ എനിക്കാണ് പ്രാധാന്യം, ഞാൻ എന്ന വാക്കിന് സ്ട്രെസ് കൊടുത്തുകൊണ്ടാണ് പറയുന്നത്. രണ്ടാമത് ഐ ലവ് യു, ഇവിടെ എനിക്കും നിനക്കുമല്ല നമ്മുടെ ഇടയിലുള്ള സ്നേഹത്തിനാണ് പ്രാധാന്യം. മൂന്നാമത് ഐ ലവ് യു, ഇവിടെ എന്നെക്കാളും സ്നേഹത്തെക്കാളും നിനക്കാണ് പ്രാധാന്യം. ചുമ്മാതെയാണോ ലാലേട്ടൻ ഗാഥയെ കൊണ്ട് വീണ്ടും വീണ്ടും ഐ ലവ് യു എന്ന് പറയിപ്പിച്ചത്? മറന്നുപോയോ? ഒന്ന് കേട്ടു നോക്കിയേ. പറയൂലല്ലേ? പറയാം. അല്ല, ഇല്ലെങ്കിൽ ഞാൻ പോയി പറയാം. ഓക്കേ, ടെൽ മീ. I love you. ഐ ലവ് യു. ഈ ഐ ലവ് യു ആർക്ക് വേണം? കേൾക്കുന്നതിനകത്തൊരു സുഖം വേണ്ടേ? ഇങ്ങനെ പറയൂ, ഐ ലവ് യു. I love you. ഐ ലവ് യു. MD, ഐ ലവ് യു എന്ന് പറ. I love you. ഐ ലവ് യു. ഇതെന്താ ഐ ലവ് യു? ഓക്കെ ഓക്കെ ഓക്കെ, എന്നെ കെട്ടിപ്പിടിച്ചിട്ട് ഐ ലവ് യു അങ്ങനെ പറ. MD, എന്നാ കെട്ടിപ്പിടിച്ച് പറ ഐ ലവ് യു. I love you. ഐ ലവ് യു. ഇതെന്താ ഐ ലവ് യു? എനിക്ക് പ്രശ്നമൊന്നുമല്ല, ഞാൻ പോയി പറഞ്ഞേക്കാം. MD, കെട്ടിപ്പിടിച്ച് ഐ ലവ് യു എന്ന്. MD, കെട്ടിപ്പിടിച്ച്. ഇനി മലയാള സിനിമയിലെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പിക്കപ്പ് ലൈൻ ഉണ്ട്. അതും ലാലേട്ടന്റെ മൂവിയിൽ നിന്നാണ്. ഏതാണെന്ന് ഞാൻ പറയുന്നില്ല, നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്ന് നോക്കട്ടെ. അതും കൂടെ കേട്ടിട്ട് നമുക്ക് 10th സോങ്ങിലേക്ക് പോകാം. എന്താ മോളെ അനുധാരെ, പെരുവഴിയിലായ? ഈ സംസ്ഥാനം കണ്ട ഏറ്റവും വലിയ തെമ്മാടിയെ പ്രേമിച്ച കുറ്റത്തിന് മൂപ്പൽ നായരുടെ കോടതി വിധിച്ച ശിക്ഷയാണ്. വെട്ടിയും പൊക്കോണടുത്ത് വിട്ടോളം പറഞ്ഞു.
വെള്ളമടിച്ച് കോൺ തിരിഞ്ഞ് പാതിരായ്ക്ക് വീട്ടിൽ വന്ന് കയറുമ്പോ ചെരുപ്പൂരി കാലമടക്കി ചുമ്മാ തൊഴിക്കാനും തുലാവർഷ രാത്രികളിൽ ഒരു പുതപ്പിനടിയിൽ സ്നേഹിക്കാനും എന്റെ കുഞ്ഞുങ്ങളെ പെറ്റുപോറ്റാനും ഒടുവിൽ ഒരു നാൾ വടിയായി തെക്കേപ്പറമ്പിലെ പുളിയൻ മാവിന്റെ വിറകിനടിയിൽ എരിഞ്ഞു തീരുമ്പോ നെഞ്ച് തല്ലി കരയാനും എനിക്കൊരു പെണ്ണിനെ വേണം. പറ്റുമെങ്കിൽ കേറിക്കോ. എപ്പോ കേറിയത് ചോദിച്ചാ മതി. വണ്ടി വിട്ടോ. ലൈഫ് കോഞ്ഞാട്ടയായാലും യു ഡോണ്ട് മൈൻഡ് ഇറ്റ്? കോഞ്ഞാട്ടെങ്കിൽ കോഞ്ഞാട്ട. ഐ ജസ്റ്റ് ഡോണ്ട് കെയർ. വണ്ടി വിടും മോനെ. താങ്ക്സ് ഉണ്ടടാ മോനെ ദിനേശ. താങ്ക്സ് എ ലോട്ട്. അടിച്ച് പൊളിക്കടാ. മലയാള FM ലേറ്റസ്റ്റ് ഹിറ്റ് ഓഫ് ദ അവറിന്റെ 10th സോങ് റിക്വസ്റ്റ് ചെയ്തുകൊണ്ട് വന്ന ഇമെയിൽ ആരുടേതാണെന്ന് ഒരു പിടിയുമില്ല. കാരണം ഇത്രയും മാത്രമേ ഇമെയിലുള്ളൂ. ഹായ്, I always find time to listen to your program because I like the way of your presentation. Please play the song Tumko Aana Hida from the movie Jai Ho, and I dedicate this song for you. Oh, thank you very much. That's so kind of you. അജ്ഞാതനായ അല്ലെങ്കിൽ അജ്ഞാതയായ ഈ ശ്രോതാവിന് വേണ്ടി മലയാളി FM ലേറ്റസ്റ്റ് ഹിറ്റ് ഓഫ് ദ അവറിന്റെ എല്ലാ ശ്രോതാക്കൾക്കും വേണ്ടി 10th and last song. Enjoy. तुमको तो आना ही था जिंदगी में, देर हुई आने में क्यों? जीना मुझे है बस तेरे लिए, जो भी करूं it's only for you, because I love you, I love you, because I love till the end. मेरी तो हर एक सुबह होती तेरे साथ ही, तेरी ही बातों में बीते दिन मेरा। दुनिया की हर एक खुशी मैं छोड़ दूं only for you, because I because I love you.
तेरे ही साथ हूँ। जब तक चले सांसें, मुझे जीना only for you, because I love you, I love you, Because I love you, I love you till the end. നിങ്ങളോട് ഗുഡ് ബൈ പറയാൻ സമയമായി. ഇന്നത്തെ സോങ് സെലക്ഷനും പ്രസന്റേഷനും ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പ്രോഗ്രാമിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും, നിങ്ങൾ കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന പാട്ടുകളും bjohn@malayafm.com എന്ന ഇമെയിൽ അറിയിക്കുക. നമുക്ക് വീണ്ടും കാണാം. അതുവരെ I wish you all a lot of love and happiness around you. Okay guys, this is Baiju John signing off from Malayali FM latest hit of the hour. Bye.